സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി. 7.5 ലക്ഷം റിയാൽ അഥവാ 1,66,00,000 രൂപ ഉടൻ നൽകണമെന്ന് വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണവും. വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അബ്ദുൾ റഹീം എന്ന പേരുള്ള കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട് 34 കോടി രൂപയാണ് മലയാളികൾ പിരിച്ചു കൊടുത്തത്. ആ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഏകദേശം 1,66,00,000 രൂപ ഈ ഒരു ഇരയുടെ വക്കീലിന് നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകൂ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പിരിച്ച 34 കോടി രൂപ തന്നെ ആ ഇരയുടെ ആളുകൾക്ക് കൊടുക്കാനോ കൈമാറാനോ എംബസിയിലേക്ക് എത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് പുതിയ ഈ പ്രതിസന്ധി ഉള്ളത്. നിലവിൽ 34 കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ ഒരുപാട് സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്. പൊന്നുമോനെ, മലയാളികൾ ഒന്നടങ്കം റമദാന് കിട്ടുന്ന സക്കാത്ത് ഫണ്ടുകൾ പോലും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൽകിയിട്ടാണ് ഈ 34 കോടി രൂപ സമാഹരിച്ചത്. ഇപ്പോൾ ഇത് പുതിയ പ്രതിസന്ധി. ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ ബഷീർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു 5 മില്യൺ രൂപക്കുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നത്ര ഈ മരണപ്പെട്ട അനസിൻ്റെ കുടുംബത്തിന്. പക്ഷേ ചില നന്മമരങ്ങളായ സാമൂഹ്യ പ്രവർത്തകരാണ് ഇത് ഇങ്ങനെ ഈ കമ്മീഷൻ തട്ടാൻ വേണ്ടി വഷളാക്കിയത്. അതിൽ പ്രതിഭാഗത്തിൻ്റെ വക്കീലും ഇരയുടെ വക്കീലും കൂടി ഒന്നിച്ചാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് ഈ ബഷീർ ആരോപിക്കുന്നത്. ബഷീറിൻ്റെ ആരോപണം നമ്മളൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ കെ എം ബഷീറാണ്, കോഴിക്കോട്ട് നിന്ന്. ഇപ്പോൾ ലൈവിൽ വരാനുള്ള പ്രധാനമായ കാരണം റിയാദിൽ വധശിക്ഷയും കാത്തു കഴിയുന്ന റഹീമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ കൈമാറാനുള്ളത്. ഇന്നലെ രാത്രി മുതൽ ന്യൂസ് 24 അടക്കം പല ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും കാണാനായ ഒരു സന്ദേശം, റഹീമിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട ഇരയുടെ വക്കീൽ വലിയൊരു സംഖ്യ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത. പ്രതിഭാഗത്തെയാണ് നമ്മളെല്ലാം അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ഇരയുടെ വക്കീലിന് 5%, അതായത് വലിയൊരു സംഖ്യ, 35 കോടിയിൽ നിന്ന് വലിയൊരു സംഖ്യ ഇരഭാഗം വക്കീലിന് നൽകണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഈ വിവരം റിയാദിലെയും മറ്റും വാർത്താമാധ്യമ ഓഫീസുകളിൽ എത്തിക്കുന്നത് ഈ നന്മമരങ്ങൾ തന്നെയാണ്. നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ലോക മലയാളികൾ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ റഹീം വധവുമായി പാവപ്പെട്ട റഹീമിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് റഹീമിൻ്റെ തലക്ക് വിലയിട്ടുകൊണ്ട് ചില നന്മമരങ്ങൾ നടത്തി വരുന്നത് ലോക മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വലിയ തട്ടിപ്പാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റഹീം കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെയും ജിദ്ദയിലെയും കറകളഞ്ഞ സാമൂഹ്യ പ്രവർത്തകന്മാർ ഇരയുടെ വീടുമായി ബന്ധപ്പെടുകയും ആദ്യം അവർ തീരെ വഴങ്ങാതിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചപ്പോൾ റഹീമിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാനാണ്, ഇരയുടെ അനസിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാനാണ് ധാരണയായത്. ഏതാണ്ട് 5 മില്യണിന് താഴെ ചെലവ് വരുന്ന ഒരു പള്ളി, അത്രേ അവർക്ക് ഡിമാൻഡ് ആയിട്ടുള്ളൂ. അനസിൻ്റെ, അതായത് മരണപ്പെട്ട അനസിൻ്റെ ഇരയുടെ വീട്ടുകാർ അത്ര ദരിദ്രവാസികളോ സാമ്പത്തികമായി അത്യാർത്തിയുള്ളവരോ അല്ല. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ളവരും നല്ല കുടുംബത്തിൽപ്പെട്ടവരാണ് അനസിൻ്റെ കുടുംബം. അനസ് ഒരു അറിയപ്പെടുന്ന സൗദി അറേബ്യയിലും മറ്റ് GCC നാടുകളിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കാർ റൈസറായിരുന്നു. അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടാണ് അനസ് ശാരീരിക വൈകല്യം അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ അനസിൻ്റെ വീട്ടിൽ നിന്ന് ആ കുടുംബവുമായി അകന്ന് ജീവിക്കുന്ന അനസിൻ്റെ സഹോദരി ഭർത്താവാണ് ഇരഭാഗം വക്കീൽ. പ്രതിഭാഗം വക്കീൽ ഈ നന്മ മരങ്ങളിൽ ഒരാളെ സിദ്ദീഖ് തുവ്വൂരിൻ്റെ സ്പോൺസറാണ്. അപ്പോൾ സിദ്ദീഖ് തുവ്വൂർ
നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർക്ക് പിടിച്ചു നൽകാറുണ്ട്. അതിനൊന്നും നമുക്ക് പരാതിയില്ല. അപ്പോൾ ഈ കേസ് എന്തുകൊണ്ടാണ് നന്മ മരങ്ങളിൽപ്പെട്ട ഈ റഹീമിനെ രക്ഷിക്കാനുള്ള നന്മ മരങ്ങളിൽപ്പെട്ട സിദ്ദീഖ് തുവ്വൂരിൻ്റെ വക്കീലിനെ തന്നെ ഏൽപ്പിച്ചത് എന്നുള്ളത് കൂടി വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സിദ്ദീഖിൻ്റെ സ്പോൺസറായ പ്രതിഭാഗം വക്കീലും ഇരയുടെ വക്കീലും രണ്ടുപേരും ഒത്തുകൊണ്ട് ഈ നന്മ മരങ്ങൾ ഒരു ടൈപ്പാക്കി ലോക മലയാളികളെ പറ്റിക്കാനാണ് 34 കോടി എന്ന ഒരു ദൗത്യത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് എന്നാണ് ഞങ്ങൾക്ക് ലഭ്യമാവുന്ന വ്യക്തമായ വിവരങ്ങൾ. ഇതിന് മുൻകൈയെടുത്ത ആളുകളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ സൗദി അറേബ്യയിൽ വ്യാപകമായി ഉണ്ട്. അതായത് പ്രീവിയസ്ലി തന്നെ വ്യാപകമായ ആരോപണങ്ങൾക്ക് വിധേയരാണ് ഇവർ. എംബസിയിൽ ജോലി ചെയ്യുന്ന യൂസഫ് കാക്കഞ്ചേരിക്ക് മാസം ചെലവും അദ്ദേഹത്തിൻ്റെ വരുമാനവും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി അദ്ദേഹം എവിടെ നിന്നാണ് ജീവിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നുള്ളത്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന രീതി അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വധശിക്ഷക്കുമെല്ലാം കാത്തു കെട്ടി കഴിയുന്നവരുടെ തലക്ക് വിലപേശി സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും നടത്താൻ മുന്നോട്ട് വരുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 5 മില്യൺ ദിർഹംസിന് തീരാവുന്ന ഈ വിഷയം 34 കോടിയിൽ എത്തിച്ചത് എന്തിന്? പിന്നെ മറ്റൊരു ചോദ്യം, സൗദി അറേബ്യയിലെ നിരവധി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റഹീമിനെ രക്ഷിക്കാനുള്ള ബ്ലഡ് മണി നൽകാമെന്ന് ഏറ്റിട്ട് എന്തുകൊണ്ട് യൂസഫ് കാക്കഞ്ചേരി, സിദ്ദീഖ് തുവ്വൂർ, അഷ്റഫ് വേങ്ങാട് അടങ്ങുന്ന ഈ ടീം എന്തുകൊണ്ടാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഡോക്യുമെന്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാതിരുന്നത്, കൈമാറാതിരുന്നത് എന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുപോലെ ഇരയുടെ പ്രവിശ്യ, ഇര താമസിക്കുന്ന പ്രദേശത്തെ ഗവർണർ റിയാദിലേക്ക് വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ നന്മ മരങ്ങൾ അത് നിഷേധിച്ചത്, അത് അവഗണിച്ചത് എന്ന മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസെടുക്കുകയാണെങ്കിൽ അവരുടെ അമ്മ വളരെ നിഷ്പ്രയാസം യമനിൽ പോയി അവരെ ജയിലിൽ പോയി കണ്ടു. യമനിലേക്ക് ഒരാൾക്ക് പോകണമുള്ള വിസ അറേഞ്ച്മെൻറ്റും മറ്റും നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രതിസന്ധികൾ. സൗദി അറേബ്യയെ സംബന്ധിച്ച് പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വിസ സംഘടിപ്പിച്ച് എല്ലാം ക്രമീകരിക്കാൻ പറ്റും. അങ്ങനെ അവസരമുണ്ടായിട്ടും റഹീമിൻ്റെ ഉമ്മയെയും റഹീമിൻ്റെ ആരോഗ്യവതിയായ ഉമ്മ, യാത്ര ചെയ്യാൻ കെൽപ്പുള്ള അവരുടെ മാതാവിനെയും സഹോദരങ്ങളെയും മറ്റും എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ പോയി ഈ ഇരയുടെ ഉമ്മയുമായി ഒന്ന് ഫേസ് ടു ഫേസ് മുഖാമുഖം സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചത്, അവസരം തടഞ്ഞത്, പാസ്പോർട്ട് പോലെ തടഞ്ഞു വെച്ചാണ് ഈ നന്മ മരങ്ങൾ അവരുടെ യാത്ര മുടക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കമ്മീഷന്റെ വലിയൊരു കച്ചവടമാണ്. സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരിൽ കീശ നിറക്കുന്ന ഒരു വിഭാഗത്തിന്റെ വലിയ കച്ചവടമാണ് റഹീമിന്റെ തലക്ക് വിലയിട്ടുകൊണ്ട് ലോക മലയാളികളെ പറ്റിച്ച് 34.50 കോടി പിരിച്ച് അതിൽ നിന്ന് ആ പണത്തിൽ നിന്ന് ഏതാണ്ട് 5 ബില്യൺ അടുത്ത് ഇരയുടെ വീട്ടിലെത്തിക്കും, ബാക്കി വക്കീലും ഈ 3 നന്മ മരങ്ങളും വീതിച്ചെടുക്കുക എന്ന ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഒരു വലിയ പാഠമാണ് നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഏപ്രിൽ 16 റഹീമിന്റെ തലവെട്ടും എന്ന് പരിശുദ്ധ റമദാനിൽ കള്ളപ്രചരണം നടത്തി സക്കാത്ത് ഫണ്ട് തട്ടിയെടുക്കാൻ ഉള്ള കണ്ടാമൃഗത്തിന് പോലും ഇല്ലാത്ത തൊലിക്കെട്ടി ഉള്ള, ഞാൻ ഡൈനോസറുകളുടെ തൊലിക്കെട്ടി, കണ്ടാമൃഗത്തിനേക്കാളും കുറച്ച് അപ്ഗ്രേഡ് ഡൈനോസറുകളുടെ തൊലിക്കെട്ടിയാണ് ഈ നന്മ മരങ്ങൾക്കുള്ളത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് ജലീൽ കണ്ണമംഗലം ന്യൂസ് 24-ൻ്റെ ബ്യൂറോ ചീഫാണ്, എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായിട്ട്. നമ്മൾ എയർ അറേബ്യയൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. MDF-ന് അദ്ദേഹം നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്ത എനിക്കൊരിക്കലും അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ ആ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ നെട്ടിപ്പോയി. പ്രതിഭാഗം വക്കീലിന് 5% കമ്മീഷൻ ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കണം. ആ വാർത്ത ചാനൽ ഓഫീസുകളിൽ എത്തിക്കുന്നതും നന്മ മരങ്ങളിൽ ഒരാളാണ്. അതുപോലെ മറ്റു ചാനലുകളുടെ ആളുകൾ ഞങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. പല ചാനലുകളിലും അവർ ബന്ധപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം വളരെ ബുദ്ധിപരമായി ക്രൂക്ക്ഡ് ബുദ്ധി എന്ന് പറയാൻ പറ്റൂല, വഞ്ചനപരമായ ബുദ്ധി, ക്രൂക്ക്ഡ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തിട്ടപ്പെടുത്തിയ ഒരു വലിയ തട്ടിപ്പ് റഹീമിന്റെ തലക്ക് വില പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്നു. ഒരുപാട് മലയാളികൾ ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പണം നൽകി. പലരും നൽകിയ പണം ലീസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നും അറിയുന്നുണ്ട്.
പക്ഷെ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഓഡിറ്റിങ്ങും മറ്റേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളുകളും സ്പെഷ്യൽ ബ്രാഞ്ചും IB ഒക്കെ ഉണ്ട്, അവർ നോക്കിക്കോട്ടെ, അതെൻ്റെ ഡ്യൂട്ടിയല്ല. പക്ഷേ ഈ 34.50 കോടിയുടെ തട്ടിപ്പ് എന്തായാലും വെളിച്ചത്ത് വരണം. ബഹുമാനപ്പെട്ട വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ എഴുതിയ കത്തിൽ ഈ വിവരങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ പണം നേരെ എംബസി വഴി, എംബസിയും കോടതിയും ഇരയുടെ വീടും ഈ 3 ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് റഹീമിന് ആവശ്യമുള്ള 5 മില്യനോ അതിനടുത്തോ ആവശ്യമുള്ള അവർ ഡിമാൻഡ് ചെയ്യുന്ന സംഖ്യ കൊടുത്ത് ബാക്കിയുള്ളത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, അതല്ലെങ്കിൽ സമാനമായ മറ്റു കേസുകളിൽ നിരപരാധികളെല്ലാം കുടുങ്ങിയ ഒരുപാട് കേസുകളുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ തന്നവർക്ക് തിരിച്ചു കൊടുത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഈ നന്മ മരങ്ങളുടെ കൂടെ ഈ പണം പോയാൽ 5 മില്യൺ കഴിഞ്ഞ് ബാക്കിയെല്ലാം 2 വക്കീൽമാരും ഈ 3 ആളുകളും കമ്മീഷനാക്കി പോക്കറ്റിലാക്കും എന്നുള്ളതിൽ സംശയമില്ല. പല പ്രവാസി സംഘടനകളുടെ പേരിലും പ്രവാസി സംഘടനകളുടെ ഇൻഷുറൻസിന്റെ പേരിലും തട്ടിപ്പാക്കിയ മുൻകാല ചരിത്രങ്ങൾ നാം ആരും മറന്നിട്ടില്ല. അത് അവസരമുള്ളപ്പോൾ വേണ്ടി വന്നാൽ ആ കാര്യങ്ങൾ കൂടി സമൂഹത്തോട് വിളിച്ചു പറയും. ഇവിടെ യൂസഫ് കാക്കഞ്ചേരിയും സിദ്ദീഖ് തൂവൂരും അതുപോലെ അഷ്റഫ് വേങ്ങാടും അവരെക്കുറിച്ച് വ്യക്തമായ ധാരണ സൗദിയിലെ മലയാളി സമൂഹത്തിനുണ്ട്, പൊതു മലയാളി സമൂഹത്തിനുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് കൊണ്ടാണ് പല പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരെയും ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തിയത്? ഏതാണ്ട് 3.5 കോടി രൂപക്ക് 17 ആളുകളുടെ വധശിക്ഷ ഒഴിവാക്കി 17 ആളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ദേശീയ പുരസ്കാരം പ്രവാസി ഭാരത കിട്ടിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ റിയാദിലുണ്ടല്ലോ. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വക്കാലത്ത് കിട്ടാൻ ശ്രമിച്ചപ്പോൾ KMCC എന്തുകൊണ്ട് ഓബ്ജക്റ്റ് ചെയ്തു? കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു പൈസ പോലും കക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുപോലെ യഥാർത്ഥ നന്മരങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോബി ആണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്, ഒരു പ്രത്യേക ലോബി. ഇത് പല ഗൾഫ് നാടുകളിലും ഇത്തരം ലോബികൾ പ്രവർത്തിക്കുന്നു. മുമ്പ് കോവിഡ് സമയത്ത് ദുബായിൽ നിന്ന് ചാർട്ടർഡ് വിമാനം സംഘടിപ്പിച്ച വകയിൽ 890 രൂപയുടെ ടിക്കറ്റിന് 890 ദിറംസിന്റെ ടിക്കറ്റിന് 1600 ദിറംസ് വരെ വാങ്ങിയ പരാതി, 40 കോടിയുടെ പരാതിയാണ് വന്നത്. ഈ ഇരയുടെ വക്കീലിന് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയൊക്കെ പറയുന്നത്. ഈ ദയാധനമായ 15 മില്യൺ റിയാലിൻ്റെ 5% പ്രതിഫലമായിട്ട് ആവശ്യപ്പെടുന്നത്. 1,66,00,000 രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടി വരും. ഈ തുക ലഭിക്കാതെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്കയ്ക്ക് ഇടവരുന്നത്. ഇനി 34 കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് അയക്കണം എന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം. പ്രതിഫലം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായാൽ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അബ്ദുറഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഈ ഗവർണറേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ഈ ദയാധനം കുടുംബത്തിന് കൈമാറുക. ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനയുള്ളത്. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും അത് സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗവും നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ റഹീമിൻ്റെ മോചനം സാധ്യമാകൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതാണ് ഈ KM ബഷീർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയാണോ എനിക്കറിഞ്ഞൂടാ, മുഴുവനൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ചില കളികൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ആ ഉമ്മയുടെ കണ്ണുനീര് കാണാൻ വയ്യ. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ റഹീമിന് മോചനം സാധ്യമാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന.